JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സെയിൽസ്മാൻ സെയിൽസ്വുമൺ തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ മാരത്തോൺ മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അറ്റൻഡർ, സെയിൽസ്മാൻ, സെയിൽസ്വുമൺ എല്ലാ തസ്തികയിലേക്കുമുള്ള പരീക്ഷയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള മാരത്തോൺ മോക്ക് ടെസ്റ്റ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, 1946 ഡിസംബർ 9 ആണല്ലേ, 1946 ഡിസംബർ 9. അടുത്ത ചോദ്യം. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിലെ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ആർക്കാണ്? പാർലമെന്റിനാണല്ലേ. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം പാർലമെന്റിനാണ്. അടുത്ത ചോദ്യം. നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 6 ആണല്ലേ. മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയില് മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തത് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകള് സോവിയറ്റ് യൂണിയനിൽ രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്. അടുത്ത ചോദ്യം. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? സഹോദരൻ അയ്യപ്പൻ ആണല്ലേ, സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം. കേരളത്തില് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണല്ലേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, കേളപ്പനാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? ഏതൊർക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് അല്ലേ. ഏതാണ്? 1741. അടുത്ത ചോദ്യം. ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ. ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. അടുത്ത ചോദ്യം. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണത്? ഓപ്ഷൻ ബി ആണല്ലേ, വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം മൗലവിയാണ്, വക്കം മൗലവി. അടുത്ത ചോദ്യം. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, അരുണ ആസിഫ് അലിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്. അരുണ ആസിഫ് അലി. ചേരുംപടി ചേർക്കാനാണ്
ഒരു സൈഡില് സത്യാഗ്രഹം, നിസ്സഹകരണ സമരം, ഉപ്പു സത്യാഗ്രഹം, കിറ്റ് ഇന്ത്യ സമരം, മറു സൈഡിൽ അതിന്റെ വർഷങ്ങളും കൊടുത്തിട്ടുണ്ട്. ചേരുംപടി ഒന്ന് ചേർത്ത് നോക്കി ഏതാണ് ശരി ഉത്തരമെന്ന്. ഓരോ വർഷവും കൃത്യമായിട്ട് അറിയുന്നവർക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്നാലും ഒന്ന് നോക്കാം നമുക്ക് ചേരുംപടി ചേർത്ത്. ഏതാണ് ശരി ഉത്തരം? ചമ്പാരൻ സത്യാഗ്രഹം 1917 നിസ്സഹകരണ സമരം 1920 ഉപ്പു സത്യാഗ്രഹം 1930 കിറ്റ് ഇന്ത്യ സമരം 1942 അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയിട്ട് ആരോ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചേരുംപടി ചേർക്കാൻ ഇത് വളരെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടുമുണ്ട്. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഉത്തർപ്രദേശിന്റെ സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏതു വർഷം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏതു വർഷം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 1905 ഓഗസ്റ്റ് 7 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി, ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. റഷ്യ ആണല്ലേ. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി ഏതാണ്? റഷ്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. നവി മുംബൈ ആണല്ലേ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെ കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ, ഈ താഴെ തന്നിരിക്കുന്ന ഒരു വാക്യം ഉണ്ടല്ലേ, അത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെ കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചത്? ആ വാക്യം നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇത് പറഞ്ഞത് നെഹ്റു ആരെ കുറിച്ചാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. മഹാത്മാഗാന്ധി ആണല്ലേ. മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവച്ചത്? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവച്ചത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു അല്ലേ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവച്ചത്. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? 4 ഓപ്ഷൻ ഉണ്ടല്ലേ. 4 പേരുടെ പേരുണ്ടല്ലേ. 1 സർദാർ വല്ലഭായ് പട്ടേൽ, 2 ജവഹർലാൽ നെഹ്റു, 3 മൗലാന അബ്ദുൽ കലാം ആസാദ്, 4 VP മേനോൻ. അപ്പോൾ ഓപ്ഷൻ എ ബി സി ഡി അതിനകത്ത് ഏത് ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാർ രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാമായിരുന്നു? ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ സി ആണല്ലേ. ഒന്നാമത്തേതും നാലാമത്തേതും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമാണ് ഇതിന് രൂപം നൽകിയ വ്യക്തികള്. അടുത്ത ചോദ്യം, ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കോറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കോറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ എന്ന വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കോറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 1950 മാർച്ച് 15 നിലവിൽ വന്ന
ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഗുൽസർലാൽ നന്ദ. 1950 മാർച്ച് 15 നിലയിൽ വന്ന ആസൂത്രണ കമ്മീഷൻ വൈസ് ചെയർമാൻ ഗുൽസർലാൽ നന്ദ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആർക്കൊക്കെ അറിയാം ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ജ്ഞാനേഷ് കുമാർ ആണല്ലേ, ശ്രീ ജ്ഞാനേഷ് കുമാർ ആണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ശ്രീ ജ്ഞാനേഷ് കുമാർ. അടുത്ത ചോദ്യം, മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഷാജി എൻ കരുൺ ആണല്ലേ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഷാജി എൻ കരുൺ. അടുത്ത ചോദ്യം, ഇന്ത്യയില് ഖാരിഫ്, റാബി, സൈദ് എന്നീ 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഇന്ത്യയില് ഖാരിഫ്, റാബി, സൈദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. 1, തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. 2, ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ്. 3, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷികാലമാണ് റാബി. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷനും ഉണ്ട്, താഴെ തന്നിട്ടുണ്ട്. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളത്? A, B, C, D കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഇവയെല്ലാം ശരിയാണല്ലേ. ഈ 4 കാര്യങ്ങളും ശരിയായിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? 4 രാജ്യങ്ങളുടെ 4 പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട് അല്ലേ. രാജ്യങ്ങളുടെ പേരിൽ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, മാലദ്വീപ്, ചൈന. 2, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ചൈന. 3, പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ. 4, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ. അതിൻ്റെ അകത്ത് 4 ഓപ്ഷൻസ് താഴ്ത്തുന്നുണ്ട്, A, B, C, D. അതിൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണല്ലേ. മൂന്നാമത്തേതും നാലാമത്തേതുമാണ് ശരിയായിട്ടുള്ളത്. അതായത് മൂന്നാമത്തെ ഏതാണ്? പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ. നാലാമത്തെ ഏതാണ്? ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ. ഇവരാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അത് പരിശോധിച്ചതിന് ശേഷം തെറ്റായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ പ്രസ്താവനയും നോക്കാം. 1, ഇന്ത്യയില് എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്ന ഉത്തര മഹാസമതല പ്രദേശത്താണ്. 2, ധാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലാണ്. 3, ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന ചുവന്ന മണ്ണാണ്. 4, പശ്ചിമഘട്ട പർവ്വതനിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടുകിടക്കുന്നു. ഈ 4 പ്രസ്താവനകൾ പരിശോധിച്ചതിന് ശേഷം തെറ്റായവ കണ്ടെത്താൻ പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കണം, ചോദ്യം എന്താണ്? തെറ്റായവ കണ്ടെത്തുക, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. 1, 2 ശരിയാണല്ലേ. 1, 2 ശരി. 1, 2 ശരി. അടുത്ത ചോദ്യം, ഇന്ത്യയില് ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകള് ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകള് ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകൾ ഏത്? ഏതാണ്? ആരവല്ലി ആണല്ലേ. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകൾ ഏതാണ്? ആരവല്ലി പർവ്വത നിരകള്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ ഉൾപ്പെടാത്ത ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. 1, ഫലഭൂഷ്ടമായ മണ്ണ്. 2, നദികളാൽ ജലസമൃദ്ധം. 3, നിരപ്പാർന്ന ഭൂപ്രദേശം. 4, ജനനിബിഡം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ A, B, C, D ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ഇവയെല്ലാം ശരിയാണല്ലേ. സവിശേഷതകൾ ഉൾപ്പെടാത്തതാണല്ലേ. ഇവയെല്ലാം ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ
ഉൾപ്പെടാത്തതാണ്. അടുത്ത ചോദ്യം, 2025 ICC വനിതാ ലോകകപ്പില് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? 2025 ICC വനിതാ ലോകകപ്പില് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഹർമൻപ്രീത് കൗൾ ആണ് അല്ലെ. ഹർമൻപ്രീത് കൗൾ ആണ് 2025 ICC വനിതാ ലോകകപ്പില് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. ഹർമൻപ്രീത് കൗൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, മോഹൻലാലിനാണ് അല്ലെ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിന്. അടുത്ത ചോദ്യം, മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് എന്ത്? മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്ത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, എന്റെ കേരളം എന്നും സുന്ദരം. എന്റെ കേരളം എന്നും സുന്ദരം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ. അടുത്ത ചോദ്യം, പശ്ചിമഘട്ട പർവ്വതനിരകള് കേരളത്തിന്റെ ഏതു ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ട പർവ്വതനിരകള് കേരളത്തിന്റെ ഏതു ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, കിഴക്കാണല്ലേ. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ കിഴക്ക് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നദികളും അവയുടെ ഉത്ഭവ സ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സൈഡിൽ നദികള്, മറു സൈഡിൽ അതിന്റെ ഉത്ഭവ സ്ഥാനങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 നെയ്യാറ്, 2 പെരിയാറ്, 3 ഭാരതപ്പുഴ, 4 പമ്പ. അതിന്റെ ഉത്ഭവ സ്ഥാനങ്ങൾ നെയ്യാർ അഗസ്ത്യമല, പെരിയാർ ശിവഗിരിമല, 3 ഭാരതപ്പുഴ ആനമല, പമ്പ നീലഗിരി. ഇവയിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 4 മാത്രം. അതായത് പമ്പ, നീലഗിരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതില് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. 2, തെന്മല ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. 3, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് നദി ഭാരതപ്പുഴയാണ്. 4, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. പ്രസ്താവനകൾ 1ഉം 4ഉം ശരിയാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. 4മത്തെ ഏതാണ്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ് അല്ലെ. അടുത്ത ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഒരു സൈഡിൽ സംരംഭമുണ്ട്, മറു സൈഡിൽ അതിന്റെ ലക്ഷ്യമുണ്ട്. അപ്പോൾ അതിന്റെ ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സുഭോജനം, ആശ്വാസ, ഇനി ഞാൻ ഒഴുകട്ടെ, പച്ചത്തുരുത്ത്. അപ്പോൾ അതിന്റെ ചേരുന്ന ഭാഗം ലക്ഷ്യം ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിച്ചേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏതാണ് ശരി ഉത്തരം. സമയം എടുക്കും, എന്നാലും കണ്ടുപിടിച്ചോ? ഏതാണ്? സുഭോജനം, ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. സുഭോജനം ഏതന്നെയാണ് അല്ലെ.
ആശ്വാസ്, രണ്ടാമത്തെ ആശ്വാസ് ഡി ആണല്ലേ. ഏതാണ്? വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. അടുത്തത് 3 എന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ, അത് ഏതാണ്? നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്, അത് ബി ആണല്ലേ. നാലാമത്തെ പച്ചത്തുരുത്ത് ഏതാണ്? അത് സി ആണല്ലേ. തരിശു സ്ഥലങ്ങള് കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളായി മാറ്റി സംരക്ഷിക്കുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകള് ഏത് വന്യജീവി സങ്കേതത്തെ കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. 4 പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. 2 പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. 3 മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. അപ്പോൾ ഈ പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെ കുറിച്ചാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആറള വന്യജീവി സങ്കേതം, ബി പെരിയാർ വന്യജീവി സങ്കേതം, സി പറമ്പിക്കുളം വന്യജീവി സങ്കേതം, ഡി ചെന്തുരുണി വന്യജീവി സങ്കേതം. ഏത് വന്യജീവി സങ്കേതത്തെ കുറിച്ചാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന 4 പ്രസ്താവനകൾ പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, പെരിയാർ വന്യജീവി സങ്കേതത്തെ കുറിച്ചാണല്ലേ, പെരിയാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏത്? കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി എ ആണല്ലേ, മത്തി ആണല്ലേ. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? മത്തി. അടുത്ത ചോദ്യം, കേരളത്തില് റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? 1 വയനാട്, 2 ഇടുക്കി, 3 പത്തനംതിട്ട, 4 ആലപ്പുഴ. ഇതില് കേരളത്തില് റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഈ 4 ജില്ലകളിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഒന്നാമത്തേതും രണ്ടാമത്തേതും വയനാട്, ഇടുക്കി ജില്ലകളിലാണ് റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകള്. അടുത്ത ചോദ്യം, 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സഞ്ജു സാംസൺ ആണല്ലേ. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരം സഞ്ജു സാംസൺ. അടുത്ത ചോദ്യം, വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാമാണ്? 1 ആലപ്പുഴ, 2 എറണാകുളം, 3 കോട്ടയം, 4 കൊല്ലം. ഈ 4 ജില്ലകളിൽ ഏതെല്ലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ? ഇതിൽ ഏതൊക്കെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. എ ബി സി ഡി. ഒന്ന് കണ്ടുപിടിച്ച് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും. അതായത് ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകള്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലെ ശരിയായവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, തെർമോസ്ഫിയറിനെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. 2 കേരളത്തിലെ പ്രതിവർഷം ലഭിക്കുന്ന ശരാശരി മഴ 3000 സെന്റിമീറ്റർ ആണ്. 3 കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. 4 കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്ന പെട്രോളിൽ നിന്നാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 1ഉം 3ഉം ആണല്ലേ. ഒന്നാമത്തെ ഏതാണ്? തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ ഏതാണ്? കേരളത്തില് ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവർ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? അതായത് 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ശരിയല്ലാത്തവ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുള്ളത്. 1 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നാഞ്ചി അമ്മയ്ക്ക് ലഭിച്ചത് 2021ലാണ്. 2 സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമർത്യ ഷേർഗിൽ ആണ്. 3 കേരളത്തിലെ അമർത്യ ഷേർഗിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ചിത്രകാരി ആണ് TK പത്മിനി. അപ്പോൾ ഈ 3 പ്രസ്താവനകൾ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷനും താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷനും ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ചലച്ചിത്ര പുരസ്കാരം നാഞ്ചി അമ്മയ്ക്ക് ലഭിച്ചത് 2021ലാണ്. 2 ഏതാണ്? സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ്. ഈ 2 എണ്ണമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതില് ജ്ഞാനപീഠ പുരസ്കാരത്തെ കുറിച്ച് സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപ്പിള്ള.
ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. 3 ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏതാണ് തെറ്റായ പ്രസ്താവന ഈ 3 4 ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഒന്ന് മാത്രം. അതായത് ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. അതാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ടല്ലേ, അതിന്റെ അകത്ത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കാം. 2008 നവംബറിൽ മുംബൈയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലില് വീരമൃത്യു വരിച്ച് രാജ്യം അശോക ചക്ര നൽകിയ ആദരിച്ച ധീര സൈനികനായിരുന്നു പാലക്കാട് സ്വദേശിയായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. 2 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച് രാജ്യം വീർ ചക്ര നൽകി ആദരിച്ച ധീര സൈനികരായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേം രാജ്. 3 1999 കാർഗിൽ യുദ്ധകാലത്ത് പ്രവർത്തനങ്ങൾക്ക് വീരചക്ര നൽകിയ രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ ആർ വിശ്വനാഥൻ. ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ, ബി ആണല്ലേ. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തേതും മൂന്നാമത്തേതും. അടുത്ത ചോദ്യം, 2024 T20 ക്രിക്കറ്റ് ലോകകപ്പില് യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? 2024 T20 ക്രിക്കറ്റ് ലോകകപ്പില് യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ജസ്പ്രീത് ബുംറയും വിരാട് കോഹ്ലിയും. അതായത് പ്ലെയർ ഓഫ് ദി സീരീസും പ്ലെയർ ഓഫ് ദി മാച്ചുമായി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാമാണ്? ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. അടുത്ത ചോദ്യം, 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെ വസ്തുത, യോൻ ഫെസ്റ്റെ സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത്. നർഗീസ് മുഹമ്മദി സമാധാനം, ബംഗ്ലാദേശ് മനുഷ്യാവകാശ പ്രവർത്തക. ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. അപ്പോൾ ഇവയിൽ ഈ വസ്തുതകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. യോൻ ഫോസ്റ്റെ സാഹിത്യം, നോർവീജിയൻ നാടക കൃത്ത്. പിന്നെ ഏതാണ് മൂന്നാമത്തെ? ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. അടുത്ത ചോദ്യം, ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തവ കണ്ടെത്തുക. 3 പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ടല്ലേ. അതില് ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1 ആസ്ഥാനമില്ല. 2 അധ്യക്ഷ സ്ഥാനം ഓരോ 5 വർഷം ഓരോ അംഗരാജ്യത്തിനും മാറി മാറി എത്തും. 3 G20 സംഘാടകരെ ഷേർഷാ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ശരിയല്ലാത്തവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരിയല്ലാത്തവ? ഓപ്ഷൻ എ ആണല്ലോ, 2ഉം 3ഉമാണ് ശരിയല്ലാത്തവ. അതായത് അധ്യക്ഷ സ്ഥാനം ഓരോ 5 വർഷം ഓരോ അംഗരാജ്യത്തിനും മാറി മാറി എത്തും. G20 സംഘാടകരെ ഷേർഷാ എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ശരിയല്ലാത്തവ. അടുത്ത ചോദ്യം, റഷ്യ ഉക്രൈൻ സംഘർഷത്തില് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്പറേഷൻ ഗംഗ. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. അടുത്ത ചോദ്യം, കേരളത്തില് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഇത് ഏതാണ്? 3 പ്രസ്താവനയും കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടവയാണ്. അതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. 2 2019 ഓഗസ്റ്റ് 8 പാലക്കാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. 3 2020 ഓഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. അപ്പോൾ ഇതിന്റെ അത് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. 4 ഓപ്ഷനും ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 2 മാത്രമാണ് ശരിയല്ലാത്തത്. ഏതാണ്? 2019 ഓഗസ്റ്റ് 8 പാലക്കാട് ജില്ലയിലെ പുത്തുമലയിലെ ഉരുൾപൊട്ടൽ ഉണ്ടായി. അടുത്ത ചോദ്യം,
ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ രണ്ട് രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യമേത്? ചുവടെന്ന് പറയുന്ന കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ രണ്ട് രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യമേത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? മുരിങ്ങയാണല്ലേ, മുരിങ്ങയാണല്ലേ, മുരിങ്ങ. കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ രണ്ട് രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യമാണ് മുരിങ്ങ. അടുത്ത ചോദ്യം, ദഹനരസങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ ജോഡികൾ ഏത്? 1 കരൾ പിത്തരസം, 2 അന്നനാളം ഹൈഡ്രോക്ലോറിക് ആസിഡ്, 3 ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസം. അപ്പോൾ ഈ മൂന്ന് ജോഡികളിൽ ശരിയായ ജോഡികൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 1ഉം 3ഉം ശരിയാണല്ലേ. ഒന്നാമത്തെ ഏതാണ്? കരൾ പിത്തരസം. 3 ഏതാണ്? ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസം. ഇത് ശരിയാണ്. അടുത്ത ചോദ്യം, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അല്ലേ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അടുത്ത ചോദ്യം, ചില ആഹാര ബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നു. ഇവയിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ പുല്ല് ആട് പുലി പരുന്ത്, ബി പുല്ല് പുൽച്ചാടി മുയൽ സിംഹം, സി പുല്ല് പുഴു കോഴി പാമ്പ്, ഡി പുല്ല് പുൽച്ചാടി തവള പാമ്പ്. ഇതില് തെറ്റായത് ഏതാണ്? 4 ഓപ്ഷനകത്ത് തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റായത്? ഓപ്ഷൻ ബി ആണല്ലേ, പുല്ല് പുൽച്ചാടി മുയൽ സിംഹം. അടുത്ത ചോദ്യം, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായി മണ്ണുത്തി ഏത് ജില്ലയിലാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? തൃശ്ശൂർ ജില്ലയിലാണ് അല്ലെ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യം, പവിത്ര അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണ്? പവിത്ര അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, നെല്ല്. പവിത്ര അന്നപൂർണ എന്നിവ നെല്ല് വിളയുടെ സങ്കര ഇനം വിത്തുകളാണ്. അടുത്ത ചോദ്യം, കേരളത്തില് ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? കേരളത്തിലെ ഏത് വന്യജീവിയുടെ ആക്രമണത്താലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, കാട്ടാനയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ, ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ലിയോ 14 അല്ലെ. ലിയോ 14 ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ. അടുത്ത ചോദ്യം, ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര്? ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്പറേഷൻ സിന്ദൂർ ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഓപ്പറേഷൻ സിന്ദൂർ. അടുത്ത ചോദ്യം, അലുമിനിയത്തിന്റെ അയിര് ഏത്? അലുമിനിയത്തിന്റെ അയിര് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ഏതാണ്? ബോക്സൈറ്റ് ആണല്ലേ. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ശൂന്യതയിലാണല്ലേ. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ശൂന്യത. അടുത്ത ചോദ്യം, അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? ആർക്കൊക്കെ അറിയാം അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണെന്ന്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണല്ലേ. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. അടുത്ത ചോദ്യം, ശബ്ദ തീവ്രത അളക്കുന്ന ഏത് യൂണിറ്റിലാണ്? ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഏത് യൂണിറ്റാണ്? ഡെസിബലിലാണ് അല്ലെ. ശബ്ദ തീവ്രത അളക്കുന്നത് ഡെസിബൽ യൂണിറ്റിലാണ്. അടുത്ത ചോദ്യം, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിന്റെ ഊർജം ഏത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളില് റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിന്റെ ഊർജം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, സ്ഥിതികോർജം ആണല്ലേ. സ്ഥിതികോർജം ഓർത്തിരിക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ട. അടുത്ത ചോദ്യം, നാം കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വച്ചാണ്
അവയവം തിരിച്ചറിയുക. നാം കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തിയാകുന്ന ഡാഷിൽ വെച്ചാണ് അവയവം തിരിച്ചറിയുക. ഏതാ അവയവമാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ചെറുകുടലിൽ വെച്ചാണ് അല്ലേ? ഏതാണ്? നാം കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. അടുത്ത ചോദ്യം. രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്ര? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? 70 110 ആണ് അല്ലേ? 70 110 ആണ്. 70 110 mg 100 ml അതാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ്. ഏതാണ്? സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഏതാണ്? നിർഭയ. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് നിർഭയ. അടുത്ത ചോദ്യം. നൽകിയിരിക്കുന്നവയില് വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? കോളറ, ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ്, ക്ഷയം. ഇതില് വായുജന്യ രോഗങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ക്ഷയം, ചിക്കൻ ബോക്സ് എന്നിവയാണ് ഈ വായുജന്യ രോഗങ്ങള്. അടുത്ത ചോദ്യം. എയ്ഡ്സ് HIV ബാധയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അവയിൽ തെറ്റായവ കണ്ടെത്തുക. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അല്ലേ? അതിൽ തെറ്റായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1, HIV ബാധിതരായുള്ള ലൈംഗിക ബന്ധം HIV പകരാൻ ഇടയാക്കുന്നു. 2, ഒരുമിച്ച് HIV ബാധിതരുമായി താമസിച്ചാലും ഭക്ഷണം പങ്കിട്ടാലും HIV ബാധ ഉണ്ടാവാം. 3, ഹസ്തദാനം, ചുമ, തുമ്മൽ, ശൗചാലയങ്ങൾ പങ്കിടൽ എന്നിവയിലൂടെ HIV പകരാം. 4, HIV ബാധിതർ ഉപയോഗിച്ച സൂചി, സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്ന ചികിത്സ എന്നിവയുടെ രോഗം പകർച്ച ഉണ്ടാവാം. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഒന്നാമത്തേത് 4ാമത്തേതുമാണ് തെറ്റായവ. അതായത് HIV ബാധിതരുമായി ലൈംഗിക ബന്ധം HIV പകരാൻ ഇടയാക്കുന്നു. 4, HIV ബാധിതരുമായി ഉപയോഗിച്ച സൂചി, സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്ന രോഗം പകർച്ച ഉണ്ടാവാം. ഇതാണ് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അവയിൽ നിന്നും തെറ്റായവ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? നിപ്പയാണല്ലേ. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന രോഗമാണ് നിപ്പ. നിപ്പ ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുന്നു എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ഏത്? ബാലമിത്ര. ബാലമിത്ര. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് ആവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഏത്? നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് ആവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അരി, ഗോതമ്പ്, കപ്പ. അരി, ഗോതമ്പ്, കപ്പ. അടുത്ത ചോദ്യം. COVID-19 ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. 4 പ്രസ്താവനകൾ താഴെ ഉണ്ടല്ലേ. അത് COVID-19 ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അത് പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. 1, COVID-19 കാരണം കൊറോണ വൈറസ് ആണ്. 2, കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിന് തീരായി രോഗം വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനുകളാണ്. 3, കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR. 4, COVID-19 പകർച്ചവ്യാധിയല്ല. ഈ ശരിയായ പ്രസ്താവനകൾ ഇതിൻ്റെ അകത്ത് ഏതെല്ലാമാണ്? 4 പ്രസ്താവനകളിൽ ഓപ്ഷൻ ബി, സി, ഡി. എ, ബി, സി, ഡി ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. 1, 2, 3 ശരിയാണല്ലേ. COVID-19 കാരണം കൊറോണ വൈറസ് ആണ്. 2, കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരായി രോഗം വരുന്നത് തടയാൻ ഉപയോഗിക്കുന്ന വാക്സിനുകളാണ്. 3, കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR. ഇതിന് 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം. നൽകിയിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏത്? BCG, ECG, OPV, MMR. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ടത് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ECG ആണ് ഇതിൽ നിന്ന് ഒറ്റപ്പെട്ടത് അല്ലേ. ECG. അടുത്ത ചോദ്യം. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ഏത്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ് അല്ലേ. വിറ്റാമിൻ സി ആണ് കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ.
മൂത്രാശയ രോഗങ്ങളുടെ കാരണങ്ങൾ: ഒന്ന്, മൂത്രശങ്ക ഉണ്ടാകുമ്പോൾ മൂത്രമൊഴിക്കാത്തത്. രണ്ട്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത് മൂലം. മൂന്ന്, വൃത്തിശീലങ്ങളിലെ പോരായ്മ. ഈ കാരണങ്ങൾ വായിച്ച് ശരിയായവ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. 1, 2, 3 ശരിയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയായിട്ടുള്ളവയാണ്. മൂത്രശങ്ക ഉണ്ടാകുമ്പോൾ മൂത്രമൊഴിക്കാത്തത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്ത മൂലം, വൃത്തിശീലങ്ങളിലെ പോരായ്മ. ഇതാണ് മൂത്രാശയ രോഗങ്ങളുടെ കാരണം. ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ഡാഷ് ആണ്. ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ഡാഷ് ആണ്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ബാക്ടീരിയകളാണല്ലേ. ബാക്ടീരിയകൾ. അടുത്ത ചോദ്യം: കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകള്, ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങളാണ് ഇവ. പനി ഏത്? കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകള്, ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങളാണിവ. പനി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഡെങ്കിപ്പനിയാണല്ലേ. ഡെങ്കിപ്പനി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.